ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വെളിച്ചിലാണ്. ഓരോ നാട്ടിലും ഇതിന് വേറെ വേറെ പേരാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ബേബി കോക്കനട്ട് എന്ന് വിളിക്കാം. ഇത് കണ്ടിട്ട് ക്രിസ്മസ് ബോളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അല്ല, ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രിസ്മസ് സാൻഡയാണ്, അതായത് ക്രിസ്മസ് അപ്പൂപ്പൻ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ബേബി കോക്കനട്ടും ഈർക്കിളും ആണ്. പിന്നെ നമുക്ക് റെഡ് പേപ്പറും കുറച്ച് കാർഡ്ബോർഡും കൂടി വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ക്യാപ്പാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ക്യാപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റെഡ് പേപ്പർ ഒരു ചെറിയൊരു പീസ് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു ചെറുതായിട്ടൊരു ക്യാപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അറ്റത്ത് നമുക്ക് വൈറ്റ് കളറൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ അറ്റത്തും മുകളിലായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ക്യാപ്പ് റെഡിയായി. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കോട്ടൺ വേണം. ഇനി നമുക്ക് ബേബി കോക്കനട്ടിൻ്റെ മുകളിൽ നമുക്ക് കണ്ണും മൂക്കും ചെവിയൊക്കെ വരച്ച് ആ ഒരു സാൻഡയുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ കണ്ണൊക്കെ ഞാൻ പെന്ന് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്ലൂ വെച്ച് നമുക്ക് പുരുകവും അതുപോലെ മീശയും താടിയും ഒക്കെ ഒന്ന് ഗ്ലൂ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോട്ടൺ വെച്ച് സെറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം, ഒരു പാടുമില്ല. കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ബോട്ടിലും അതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സാൻഡേ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബേബി കോക്കനട്ട് ആണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പിന്നെ ഈർക്കിളും കിട്ടും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ കുട്ടികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ബാക്കി വരുന്ന പരിപാടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ പുരികവും മീശയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താടിയാണ് വേണ്ടത്. അപ്പോൾ ബാക്കി വരുന്ന പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടി നല്ലതുപോലെ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫേസിൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു. ഇനി നമുക്ക് ആ ക്യാപ്പും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫില്ലാവാത്ത പാർട്ടിലൊക്കെ നമുക്ക് ഒന്നുകൂടി കോട്ടൺ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് ഓക്കെ ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട്. ഓക്കെ, ഞാനൊരു ബ്ലാക്ക് പേപ്പർ എടുത്ത് ഒന്ന് ബാക്കിൽ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഫേസ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി പാർട്ടൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ആ ഒരു ഈർക്കിൽ വെച്ച് ആ ബേബി കോക്കനട്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്കൊന്ന് കുത്തി, അതിനുശേഷം ഞാൻ ഗ്ലൂ വെച്ചിട്ട് നന്നായി അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയൊരു പീസ് റെഡ് പേപ്പർ എടുത്ത് അതിനകത്ത് നമുക്ക് ബോഡിയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ പിക്ചറിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം. ആ കഴുത്ത് മുതൽ ഷൂ വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. അതും വളരെ ഈസിയാണ്. സാൻഡയുടെ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊരു പിക്ക് എടുത്ത് അതുപോലെ നോക്കി വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വലിയ പാടൊന്നുമില്ല. അതുപോലെ ഒന്ന് വെട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഞാൻ കൈ വെച്ചിട്ടില്ല. കൈ ഞാൻ വേറെ തന്നെ 2 പീസ് വെട്ടിയെടുത്തിട്ട് വീണ്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബെൽറ്റ്, ഷൂസ് ഒക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. ബ്ലാക്ക് കളറ്, വൈറ്റ് കളറ്, അതുപോലെ ഗോൾഡൻ കളറൊക്കെ വെച്ച് ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സാൻഡയുടെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഞാൻ ഇതുപോലെയാണ് കൈ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ 2 സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ ഞാൻ ആ സിൽവർ പച്ച ഭാഗത്തൊക്കെ വൈറ്റാണ് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ സിൽവർ കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഫേസും ബോഡിയായിട്ട് ഒന്ന് വച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസ് കാർഡ്ബോർഡ് വേണം. ഇതുപോലെ വേണം. കട്ടിയുള്ളതാണെങ്കിൽ ഒത്തിരി നല്ലത്. കാരണം നമ്മുടെ ഈർക്കിലിന് നമ്മുടെ
ബേബി കോക്കനട്ടിന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ഉറപ്പ് കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോഡി അവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ സാൻഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷൂസിൻ്റെ അവിടെയുള്ള കാർഡ്ബോർഡ് ഒന്ന് വെട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുത്തി വെക്കാനോ നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പം നമ്മുടെ സാൻഡ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക. താങ്ക് യു.